എല്ലാവർക്കും കാറ്റത്തേക്കിൽ കൂടുന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അപ്കമിംഗ് വിശേഷമാണ് ഈ ചാനലിൽ കൂടെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ദൂരത്തിലേക്കാണ് അപ്കമിംഗ് വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാകുന്നില്ല. അപ്പം 2 ആഴ്ച 3 ആഴ്ചത്തോളം വ്യത്യാസത്തിലാണ് നമ്മൾ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നത് അത് നേരെ പുറകോട്ട് വരികയാണ്. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വരും ദിവസങ്ങളിൽ അതൊക്കെ കാണും. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ അല്പം ഫാസ്റ്റായിട്ട് കഥകൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രേക്ഷകരെ ഒത്തിരി മടുപ്പിക്കുന്നില്ല, നമ്മൾ നേരെ പുറകോട്ട് വരികയാണ്. അങ്ങനെ സുഭാഷിൻ്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. എങ്ങനെ ആദ്യം മുടങ്ങിപ്പോയ വിവാഹം വീണ്ടും തൻ്റെ അനിയന്മാരും അതുപോലെ നിധിയുമൊക്കെ പോയി ഒന്നും കൂടെ അവർ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം കല്യാണം നടക്കാൻ സമ്മതമാണ് എന്ന് പറയുക. അങ്ങനെ കല്യാണം നിശ്ചയം വരെയാകുകയാണ്. എന്നാൽ സുഭാഷ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആ വിവാഹം വീണ്ടും മുടങ്ങുന്ന ഒരു ദൗർഭാഗ്യകരമാകുന്ന കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന അതൊന്നുമല്ല പ്രേക്ഷകരെ ഒരുപാട് കരയിക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ്. അത് ഒരു വീടിനെ മുഴുവൻ ആ 5 ആണുങ്ങളെ അല്ലെങ്കിൽ തൻ്റെ സുഭാഷിനെയും സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും അതിനോടൊപ്പം തന്നെ തങ്ങളുടെ അച്ഛനായ ഭാസ്കരനെയും അതിനോട് കൂടെ നിധിയെയും കരയിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് വരാം അല്ലേ. അപ്പം ഇങ്ങനെയാണ് സംഭവം. വേറെ ഒന്നുമല്ല, നമ്മുടെ നിധി വീട്ടിൽ ഒരു സാധനവുമില്ല. ആഹാരം ഉണ്ടാക്കാനോ ഗ്യാസോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കുറ്റി തീർന്നു കഴിഞ്ഞാൽ വേറെ ഗ്യാസ് കുറ്റി മാറി വെക്കാൻ ആ വീട്ടിലില്ല. പിന്നെ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥയാണ്. അതുവരെ ആഹാരം ഉണ്ടാക്കാതിരിക്കണം. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. എന്നാൽ നിധി വന്നതിന് ശേഷം മാറ്റം വരണമല്ല. അതിനുവേണ്ടി നിധി ഒരു ദിവസം പാചകം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഗ്യാസ് തീർന്ന് അതിനുശേഷം അതായത് സുഭാഷിൻ്റെ വിവാഹം മുടങ്ങിയ നിരാശയിൽ സുഭാഷ് ഇരിക്കുന്ന സമയത്താണ് നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടൻ ഞങ്ങൾ ഇന്ന് ആഹാരം ഉണ്ടാക്കിക്കോളാം, അതുകൊണ്ട് നികേഷും ഹരീഷും ഒക്കെ എന്നോടൊപ്പം കൂടി ഞങ്ങളാണ് ഇന്ന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ എന്നാലും സുഭാഷ് പറയുന്നുണ്ട്, മോളെ അതൊന്നും വേണ്ട, അത് ബുദ്ധിമുട്ടാകും, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, നിധി പറയുകയാണ്, ഇല്ല ഇന്ന് ചേട്ടൻ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പം നികേഷ് നിധിയോടൊപ്പം കൂടെ എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ നികേഷും അതുപോലെ നിധിയും അടുത്ത് ചെല്ലുന്നു. അപ്പം കിച്ചണിൽ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസ് ചിക്കനൊക്കെ കഴുകി എല്ലാം റെഡിയായി. അപ്പം ചിക്കൻ മേടിച്ചുകൊണ്ട് വരുന്ന ഭാസ്കരനാട്ടോ. ഭാസ്കരൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് അതായത് ഭാസ്കരൻ്റെ ഒരു തന്ത്രമായിരുന്നു. സുഭാഷിൻ്റെ വിവാഹം മുടങ്ങിയതിന് ശേഷം അത് സുഭാഷിന് സങ്കടമുണ്ടോ എന്നറിയാം. പക്ഷേങ്കിൽ ആ സങ്കടം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവന് കൂടുതൽ പണി കൊടുക്കുന്ന അല്ലെങ്കിൽ ജോലി ഭാരം കൊടുക്കുമ്പോൾ സുഭാഷ് എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുമ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ മാറും എന്ന് ഓർത്ത് ഭാസ്കരൻ ചെയ്യുന്നതാണ്. പക്ഷേ ഭാസ്കരനെ ആരും ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കി വരുന്നത് നിധിയിലൂടെ ആയിരിക്കും എന്ന് നിങ്ങൾ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഏതായാലും അന്നത്തെ ദിവസം പാചകം നികേഷും ഹരീഷും ഏറ്റെടുക്കുകയാണ്. ഈ സമയത്ത് ആദ്യം പോകുന്നത് നികേഷും നിധിയുമാണ്. ചിക്കനൊക്കെ കഴുകി കൊടുക്കുന്ന നികേഷ്. അതിനുശേഷം പാചകം ചെയ്യാൻ നിധി ഒരുങ്ങുമ്പോൾ ഗ്യാസ് തീർന്നു പോകും. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുക, നികേഷേ ഗ്യാസ് തീർന്നുള്ളൂ, നീ എന്നാ ചെയ്യും? അപ്പം വേറെ ഗ്യാസ് കുറ്റി ഇരിപ്പില്ല, അതെടുത്ത് മാറി വെക്കാനും പറയാം. അപ്പോൾ പെട്ടെന്ന് നികേഷ്, അയ്യോ ചേട്ടത്തി, ഇവിടെ വേറെ ഗ്യാസ് കുറ്റിയില്ല, ഒറ്റ ഗ്യാസ് കുറ്റിയേ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ സുഭാഷേട്ടനാണ് രണ്ടാമത്തെ കുറ്റി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് പാചകം ചെയ്യുന്നതെന്ന് പറയണം. അപ്പം പെട്ടെന്ന് ഇരിക്കട്ടെ, അപ്പോൾ വേറെ കുറ്റി ഇവിടെ ഇല്ല, ഒറ്റ സിലിണ്ടറേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ ഒറ്റ സിലിണ്ടറേ ഉള്ളൂ ചേട്ടത്തി എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നികേഷ് അല്പം ചമ്മിയെങ്കിലും പറഞ്ഞു, ചേച്ചി ചേട്ടത്തി ഇങ്ങനെയുള്ള സാഹചര്യം സുഭാഷേട്ടനെ വിളിക്കും. അപ്പോൾ സുഭാഷേട്ടനെ ഇതൊക്കെ കൈകാര്യം ചെയ്ത് നമുക്ക് സുഭാഷേട്ടനെ വിളിക്കാമെന്ന് പറയാം. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഈ ജോലി നമ്മൾ ഏറ്റെടുത്തതേ ഉള്ളൂ, അടുക്കളപ്പണി നമ്മൾ ഏറ്റെടുത്തതേ ഉള്ളൂ, അതിനു മുമ്പ് സുഭാഷേട്ടനെ വിളിച്ച് ഞാൻ മോശമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യും ചേട്ടത്തി എന്ന് ചോദിച്ച് നിൽക്കുന്ന സമയത്ത് സുഭാഷ് പെട്ടെന്ന് കിച്ചണിലേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല സുഭാഷിന്. ആ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ട് നിരാശയോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം സുഭാഷ് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് നിധി പറയുന്നില്ല. എന്നാലും നികേഷ് പറയാം, ഏട്ടാ സുഭാഷയുടെ ഗ്യാസ് തീർന്നു പോയെന്ന് പറയാം. അയ്യോ മോനെ, ഞാൻ മറന്നു പോയടാ, ഈ എല്ലാ തിരക്കിനിടയ്ക്ക് ഞാൻ ഗ്യാസ് ഇന്നലെ തീർന്നായിരുന്നു, പക്ഷേ ഇന്ന് എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്ന മറന്നുപോയി, അതുകൊണ്ട് സാരമില്ല, എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്, എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാം, നിങ്ങളത് മാറിയിരിക്കും, ഞാൻ പാചകം ചെയ്തോളാം, വെളിയിൽ പോയി വിറകടുപ്പുണ്ട്, അതിൽ ആഹാരം ചെയ്തോളാം, നിങ്ങൾ പോയി അവിടെ ഇരിക്കാൻ പറയാം. അപ്പോൾ നിധി പറയും, വേണ്ട, വിറകടുപ്പുണ്ടോ വെളിയിൽ? ഉണ്ട്,
എന്നാൽ പിന്നെ ഞങ്ങളത് ചെയ്തോളാം, സുഭാഷേട്ടൻ അവിടെ അടങ്ങിയിരുന്നാൽ മതി എന്ന് പറയുക. അങ്ങനെ നിധി ആ ദൗത്യം ഏറ്റെടുക്കുക. ഈ വിറകടുപ്പ് പാചകം ചെയ്യേണ്ടോ. ഇപ്പം നിധിക്ക് ഇതൊന്നും പരിചയമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണേ. പക്ഷേ അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, മോളെ അത് ശരിയാവില്ല, വിറകടുപ്പ് എന്ന് പറഞ്ഞാൽ തീയൊക്കെ ഊതി ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്ന് പറയാം. അപ്പം ഹരീഷും അങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ വിറക് പറക്കൊണ്ട് വരണം, അതൊക്കെ ഒത്തിരി പാടാ മോളെ, ഞാൻ ചെയ്തോളാം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് വേണ്ട സുഭാഷേട്ടൻ, ഞങ്ങൾ ഏറ്റ പരിപാടി, ഇന്നത്തെ ആഹാരം ഞങ്ങൾ ഏറ്റതാ, അത് ഞങ്ങൾ ചെയ്തോളാം, എങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയോളാം എന്ന് പറയും. എന്തായാലും വിറക് അടുപ്പിൽ ഞങ്ങൾ തീ കത്തിച്ച് ഞങ്ങളെ പാചകം ചെയ്താൽ പോരെ. ഇപ്പം നികേഷ് എൻ്റെ കൂടെയുണ്ട്, ഇനി ഹരീഷും എൻ്റെ കൂടെ കൂടുന്നു പറയാം. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് ഞെട്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് നീ കൂടിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു മനസ്സിലാ ഏട്ടത്തേക്ക് കൂടാം എന്ന് പറയാം. എന്നാൽ നീ പോയി വിറകെടുത്തോണ്ട് വരാൻ പറയേ. അങ്ങനെ എല്ലാവരും നികേഷും ഹരീഷും നിധിയും വെളിയിൽ പോയി ആ പാചകം ചെയ്യും. അപ്പം ഹരീഷ് വിറകെടുത്തോണ്ട് വരുന്നു. അപ്പോൾ അതിനോടൊപ്പം ചിക്കൻ പാചക സാധനങ്ങളൊക്കെ കഴുകി നികേഷ് കൊടുക്കുന്നു. അങ്ങനെ വിറകടുപ്പ് കത്തിച്ച് നിധി ആഹാരം ഉണ്ടാക്കുന്ന ഒടുവിൽ സുഭാഷും അവരുടെ കൂടെ വന്ന് കൂടുന്നൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അങ്ങനെ ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാം ഓക്കെ ആയി. അങ്ങനെ പാചകം ചെയ്ത് കഴിഞ്ഞു, ആഹാരം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നികേഷുമായിട്ട് ഔട്ടിങ്ങിന് പോകുക, അല്ലെങ്കിൽ കടയിലേക്ക് പോകട്ടെ. കടയിലേക്ക് പോയിട്ട് വൈകുന്നേരം വരുന്നത് ഒരു വലിയൊരു സാധനം, വലിയൊരു സാധനം മേടിച്ചോണ്ടാണ് വരുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, ഇൻഡക്ഷൻ കുക്കർ. ആ ഇൻഡക്ഷൻ കുക്കർ കറണ്ടിൽ കുത്തി പാചകം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗ്യാസ് തീരുന്ന സമയത്ത് തീ കത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കറണ്ട് കുത്തി ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അടുപ്പ് മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ പെട്ടെന്ന് ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ സുഭാഷിനെ എല്ലാവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ ചോദിക്കും, ഇതെന്താ മോളെ എന്ന് സുഭാഷ് ചോദിക്കും. പറയും, സുഭാഷേട്ടാ ഇന്നാക്കി ഗ്യാസ് തീർന്നു, നമ്മൾ പിന്നെ വിറകടുപ്പ് ഉണ്ടാക്കേണ്ടി വന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടുപ്പ് ഞാൻ മേടിച്ചു എന്ന് പറയാട്ടോ. അങ്ങനെ ഈ ഇൻഡക്ഷൻ കുക്കർ കാണിക്കോട്ടോ. അപ്പോൾ ഇത് കാണിക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് മോളെ എന്നൊക്കെ സുഭാഷ് ചോദിക്കുക. അപ്പോൾ സുഭാഷിനെ ഇതിനെക്കുറിച്ചൊന്നും പിടിപാടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞ് നിധി വന്നു, ചേട്ടാ ഇത് കറണ്ടിൽ കുത്തി നമ്മൾ സ്വിച്ച് ഓണാക്കി ആഹാരം പാചകം ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് അവിടെ നിൽപ്പുണ്ട്. സുധീഷ് ഇതെല്ലാം അറിയാവുന്ന രീതിയിൽ പറയാണ്, ചേട്ടൻ ഇത് അറിയത്തില്ലേ, ഇതാണ് ചേട്ടാ, പെട്ടെന്ന് കറണ്ട് കുത്തി ഗ്യാസ് വേണ്ട, അതുപോലെ വിറവ് വേണ്ട, പെട്ടെന്ന് കറണ്ടേ കുത്തി ഉണ്ടാക്കുന്ന ഇൻഡക്ഷൻ കുക്കറാണ് അടുപ്പാണെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് വലിയ ജാട കളിച്ച് പറയുന്ന സമയത്ത് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ നിധി ചോദിക്കുക, അപ്പം എന്നാൽ പിന്നെ ഇതറിയാമെങ്കിൽ പിന്നെ സുധീഷിനൊപ്പം മേടിച്ചു കൂടായിരുന്നു എന്ന് ചോദിക്കുമോ. ഈ സമയത്ത് പെട്ടെന്ന് നികേഷ് സുധീഷ് ഞെട്ടിയിട്ട് ഒന്ന് ചമ്മിയിട്ട് പറയുകയാണ്, അല്ല അതല്ല, ഞാനിത് മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ്, എടുത്ത് കഴിഞ്ഞു ഒന്നും ഞാനങ്ങനെ ആലോചിക്കും, പക്ഷെ മറന്നുപോകും, ഇന്നെന്തായാലും ഞാൻ മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ്, എന്നാൽ നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്നല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവിടുന്ന് തടി തപ്പുന്ന സുധീഷിനെ നമുക്ക് കാണാം. അതിനുശേഷം സുധീഷിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി ഈ നിധി ഈ പാചകം ചെയ്യുന്ന രീതിയെ കാണിക്കുക. ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓണാക്കി വേണം നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ. പക്ഷേ ഇതുണ്ടാക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതേ വെക്കാൻ പറ്റിയ ഒരു സ്റ്റീൽ ഒരു പാത്രം വേണം. അതിന് ഇവിടെ പാത്രം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ സ്റ്റീൽ പാത്രമൊന്നുമില്ല, അവർക്കെല്ലാം ചെമ്പ് പാത്രവും അത് അലുമിനിയം പാത്രമൊക്കെ മാത്രമേ ഉള്ളൂ ഈ സുധീഷിൻ്റെ വീട്ടിലുണ്ടോ. അപ്പോൾ പെട്ടെന്ന് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റിയ പാത്രമില്ലാത്തതുകൊണ്ട് വളരെ നിരാശയായിപ്പോൾ എല്ലാവരും. അയ്യോ, അന്നേരം പെട്ടെന്ന് ഏട്ടത്തി നികേഷ് പറയും, ഏട്ടത്തി അത് മാത്രം നമ്മൾ മറന്നുപോയി, അത് ഇവിടെ ഇല്ലായിരുന്നു, ഞാനും പറയാൻ മറന്നുപോയെന്ന് പറയാം കേട്ടോ. സാരമില്ല, നമുക്ക് അടുത്ത ദിവസം മേടിക്കാം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് സുഭാഷ് പറയാണ്, അല്ല മോളെ വേണ്ട, സാരമില്ല, ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നോളാം, ഈ കറണ്ട് അടുപ്പിൽ വെക്കുന്ന പാത്രം മേടിച്ചാൽ പോരെ, അത് ഞാൻ മേടിച്ചുകൊണ്ട് വരാം, അങ്ങനെ പറഞ്ഞ് മേടിച്ചോളാം എന്ന് പറയുകയാണ്. ശരി ഏട്ടാ എന്ന്, ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പറയാം, ഒരു പാത്രം ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുകയും അങ്ങനെ പാല് മേടിക്കുന്ന ഒരു പാത്രം നികേഷ് എടുത്തോണ്ട് വരിക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പറയുകയാണ്, ഏട്ടാ നികേഷ് അത് പാല് മേടിക്കുന്ന പാത്രം, അതിങ്ങനെ നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ എടുക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ആ പാത്രം വെക്കുന്നില്ല. അപ്പോഴാണ് സുഭാഷ് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്ന്, അതല്ലടാ, നമ്മുടെ തട്ടുംപുറത്ത് കുറച്ച് പാത്രം പണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇതേ വെക്കാൻ പറ്റിയ പാത്രമുണ്ടോ എന്നൊരു സംശയമുണ്ടോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശരിയായിട്ടാ എന്ന് പറഞ്ഞ് എല്ലാവരും അത് ഓർത്തെടുക്കുക. അങ്ങനെ ഓർത്തെടുത്തതിന് ശേഷം പെട്ടെന്ന് ഈ പാത്രം എടുക്കാൻ വേണ്ടി മണ്ടയിൽ കയറിയും തട്ടിൻ്റെ പുറത്ത് കയറിയും അങ്ങനെ ഒരുപാട് പാത്രക്കെട്ടുകളും അതുപോലെ തുണിക്കെട്ടുകളും ബാഗുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. ഇറക്കി വെക്കുന്നതിൻ്റെ കൂടെ ഒരു പെട്ടിയും കൂടെ അവർക്ക് കിട്ടി, ആ പെട്ടിയും കൂടെ ഇറക്കി വെക്കുക. കാലം മുമ്പ് എടുത്ത് വെച്ച പെട്ടികളൊക്കെ കേട്ടോ.
ചാക്കുകെട്ടുകളൊക്കെയാണ്. അപ്പോൾ അതിറക്കി വെക്കുന്ന സമയത്താണ് ഈ തൻ്റെ അച്ഛനായ ഭാസ്കറിൻ്റെയും തൻ്റെ അമ്മയുടെയും ഫോട്ടോയൊക്കെ കിട്ടുന്ന. അങ്ങനെ ആ ഫോട്ടോ കിട്ടുന്നതിനിടയിൽ എല്ലാവരെയും ഈ ഫോട്ടോ പരസ്പരം കാണുകയും പണ്ട് ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ എടുക്കുകയും കാണുകയും അതുപോലെ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയൊക്കെ കൊച്ചുനാളത്തെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയാട്ടോ എല്ലാവരും. അങ്ങനെ എടുത്തു നോക്കുന്നതിനിടയ്ക്ക് നികേഷിന് വലിയ ആവേശമായി പോയി. കുട്ടിക്കാലത്തെ തങ്ങളുടെ ഫോട്ടോ കാണാമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോട്ടോ എല്ലാം തീർന്നു. പക്ഷേങ്കിൽ തൻ്റെ ഫോട്ടോ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ നികേഷിന് പെട്ടെന്ന് ചോദിക്കുകയാണ്, ഇതെൻ്റെ ഏട്ടാ സുഭാഷ് ഏട്ടാ, എൻ്റെ ഫോട്ടോ മാത്രം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കുന്നില്ലല്ലോ, നിങ്ങളുടെയുണ്ട്, സുഭാഷ് ഏട്ടനുണ്ട്, സുധീഷ് ഏട്ടനുണ്ട്, ഹരീഷ് ഏട്ടനുണ്ട്, എൻ്റെ മാത്രം ഇല്ലല്ലോ, ഫോട്ടോ ഇല്ലല്ലോ എന്ന് പറയുക കേട്ടോ. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടുക. സുഭാഷും സുധീഷും ഹരീഷും ഞെട്ടുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ ഫോട്ടോ കേസ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും ഞെട്ടിയും വീണ്ടും നികേഷ് ഈ ഫോട്ടോയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരു കള്ളക്കളി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് അവരുടെ മുഖത്തു നിന്ന്, സുഭാഷിൻ്റെയൊക്കെ മുഖത്തു നിന്ന് പ്രകടമാക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒടുവിൽ സുഭാഷ് പറയാം, എടാ മതി ഫോട്ടോ ഒക്കെ, നീ അന്നേരം സുധീഷ് എടുത്തിയാടി പറയുന്നുണ്ട് കേട്ടോ, എടാ നീ അന്നേരം കുഞ്ഞല്ലായിരുന്നോ, ഹരീഷ് പോലും കുഞ്ഞായിരുന്നു, നീ തൊട്ടിക്കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇവരെല്ലാം ഫോട്ടോ എടുത്തത്, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒടുവിൽ പറയും, എന്നാലും എൻ്റെ ഒരു ഫോട്ടോ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകത്ത്, കിട്ടിയില്ലോ എന്ന് പറയുമ്പോൾ സുഭാഷ് പെട്ടെന്ന് പറയുന്നുണ്ട്, മതി ഫോട്ടോ ഒക്കെ പിന്നെ കാണാം, നമുക്ക് ആദ്യം പാചകം ചെയ്യാനുള്ള പാത്രം എടുക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഈ ബാഗ് അല്ലെങ്കിൽ ഈ പെട്ടി എടുത്ത് മടക്കി വെക്കാൻ സമയത്ത് നികേഷിൻ്റെ കയ്യിലേക്ക് ഒരു ഫോട്ടോ വരിക കേട്ടോ. ഒരു ഫ്രെയിം ചെയ്യാത്തൊരു ഫോട്ടോ വരികയും ആ ഫോട്ടോയിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടി കയ്യിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടുക. അപ്പം പെട്ടെന്ന് ഈ ഫോട്ടോ എടുക്കുക. അപ്പം പെട്ടെന്ന് നികേഷ് ഇത് ആരെയാണ് ഏട്ടാ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് ഇത് കുഞ്ഞുകുട്ടി താനാണ് എന്ന് നികേഷിന് ഏകദേശം മനസ്സിലാവുകയാണ്. അപ്പം ചോദിക്കും ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് പറയാണ്, അത് നമ്മുടെ അമ്മയുടെ ചേച്ചിയാണ്, ചിറ്റയാണ് എന്ന് പറയാണ്. അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ആളിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ, എന്തിനാണ് ഇവർ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മയും അച്ഛനും എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല, പിന്നെ ഇവരെന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. അതൊക്കെ അങ്ങനെയാണ്, നമ്മൾ അവരുമായിട്ട് ഒരുപാട് കാലമായിട്ട് അകന്ന് നിൽക്കുക, അതുകൊണ്ടാണ് അവരെക്കുറിച്ചൊന്നും പറയാത്തത്, നീ അത് അടച്ചു വെക്കുക, നമുക്ക് പാചകം ചെയ്യാമെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നികേഷിന് കൂടുതൽ സംശയമുണ്ടാകുകയാണ്, ഈ സ്ത്രീ ആരാണെന്നും ഈ കുട്ടി എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വന്നതെന്നും സംശയമുണ്ടാകുക. അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിധി പറയാണ്, ഇത് നിങ്ങളുടെ അമ്മയുടെ ഷേപ്പില്ലോ, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഷേപ്പാണല്ലോ എന്ന് ചോദിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് നികേഷിന് സംശയം ഉണ്ടാകുക. അങ്ങനെ പണ്ട് കാലത്ത് അച്ഛൻ ഡ്രൈവിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് സംസ്ഥാനത്തു നിന്നാണ് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നതെന്ന് ഓർമ്മയിൽ വരികയും അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ഭാസ്കരൻ വരികയും ഈ ഫോട്ടോ എല്ലാം ഭാസ്കരനോട് കൂടി കാണുന്ന സമയത്താണ് ഈ സ്ത്രീയുടെ ഫോട്ടോ ഈ കൂട്ടത്തിൽ നിന്ന് നിലത്തേക്ക് വീഴുകയും അത് ഭാസ്കരൻ കാണുകയും ഞെട്ടുകയും ചെയ്യുകയോ. അങ്ങനെ അവിടെ കള്ളക്കളികൾ പൊളിയാണ്. അങ്ങനെ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നൊരു ഭാഗങ്ങളൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നികേഷിൻ്റെ അമ്മ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെ അമ്മയല്ല എന്ന സത്യം അന്ന് നികേഷ് മനസ്സിലാക്കുകയും തൻ്റെ അച്ഛനായ ഭാസ്കറിൻ്റെ രണ്ടാം വിവാഹത്തിലുണ്ടായ കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത് ആ വീട് വിട്ട് നികേഷ് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.